നമസ്കാരം. ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നല്ലൊരു വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വെള്ളരിയാനം മുണ്ടപ്പുറം എന്ന സ്ഥലത്താണ്. ഒരു യുവ കർഷകൻ പ്രതീഷിന്റെ ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളരിയാനം എന്ന പ്രദേശത്ത് പ്രതീഷ് എന്ന യുവ കർഷകൻ നടത്തിയ ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. കൃഷിയിലൊരു തുടക്കക്കാരൻ എന്ന നിലയിലാണ് പ്രതീഷ് ഇവിടെ ഒരേക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് വാഴകൃഷിയും ഇടവിള കൃഷിയായി തണ്ണിമത്തനും വെള്ളരിയും ഇവിടെ വിളയിച്ചെടുത്തിട്ട് കൃഷിയോടുള്ള ഒരു താല്പര്യപൂർവ്വം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ഏകദേശം 30 സെന്റോളം സ്ഥലത്ത് വെള്ളരി കൃഷിയും 35ഓളം സെന്റ് സ്ഥലത്ത് തണ്ണീർമത്തൻ കൃഷിയും ഇവിടെ നടത്തിയിട്ടുള്ളത്. രണ്ട് കൃഷിയാണെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിൽ പോലും വളരെ മികച്ച ഒരു വിളവ് തന്നെ രണ്ടിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രതീഷിന്റെ തണ്ണീർമത്തൻ കൃഷിയിലേക്കും വെള്ളരി കൃഷിയിലേക്കും പോകാം. ഇങ്ങനൊരു കൃഷി രീതിയിലേക്ക് ഈ വാഴകളും തണ്ണിമത്തനായാലും വെള്ളരിയായാലും ഇങ്ങനൊരു വലിയ തോതിൽ ഇങ്ങനൊരു കൃഷി നടത്താനുള്ള അതിലേക്ക് എത്തിച്ചേരാൻ എന്തായിരുന്നു? അതിനോട് കൃഷിനോടുള്ള താല്പര്യം കൊണ്ടാണോ അതോ മുന്നേ കൃഷി ചെയ്തിട്ടുള്ളൊരു ശീലങ്ങളുള്ളത് കൊണ്ടാണോ? കൃഷിയോട് പാരമ്പര്യമായിട്ട് ചില ഒരു ഇതുണ്ട്. അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ചെറിയ തോതിലുള്ള കൃഷിക്കാരാണ്. പിന്നെ മനസ്സിന് റിലാക്സേഷൻ, ഒരു കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. അതൊക്കെ കൊണ്ട് വെറുതെ ഇതിനകത്തേക്ക് ഇറങ്ങിയതാണ്. കൃഷി മാത്രമാണോ ഉപജീവനമാർഗം? അതല്ലാതെ മറ്റ് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് കൃഷിനോട് അങ്ങനെ ചെയ്യുന്നതാണോ അതോ? അല്ല, കൃഷി മാത്രമല്ല, എനിക്ക് ചിക്കൻ്റെ ഹോൾസെയിൽ ഡീലറാണ് ഇവിടുത്തെ ഞാൻ. അപ്പോൾ അതിനനുബന്ധിച്ച് എനിക്ക് രാവിലെ ടൈമുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ പുറത്ത്, പെട്ടെന്നൊരു തോന്നൽ പുറത്ത്. ഏകദേശം എത്രത്തോളം വരും ഈ സ്ഥലം, ഈ കൃഷി ചെയ്ത സ്ഥലം? ഏകദേശം ഒരേക്കറോളം വരും. ഒരേക്കറോളം പാട്ടത്തിനെടുക്കാൻ വാഴകൃഷി എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്. വാഴകൃഷി തുടങ്ങാനായിരുന്നു മനസ്സിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തത്? വാഴകൃഷി മാത്രം ചെയ്യാനായിരുന്നു? വാഴകൃഷി മാത്രം ചെയ്യാനായിരുന്നു. പിന്നെ ചില പുറത്തുനിന്നുള്ള ചില നിർദ്ദേശങ്ങളോ ഇടവേള കൃഷിയായിട്ട് മറ്റുള്ളതെന്ന് ചെയ്തുകൂടെയെന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തണ്ണിമത്തനും മറ്റേ വെള്ളരിയും പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. ഇതെല്ലാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ എന്നുള്ളൊരു കൃഷി? അത് അങ്ങനത്തെ ഒരു ആശയം അങ്ങനത്തെ ആദ്യമായിട്ട് വന്നതാണ്. പിന്നെ അതുപോലെ വാഴ ചെയ്ത രീതി എന്ന് വെച്ചാൽ ഒരു പൊടിയിൽ 3 വാഴ എന്നുള്ളതിലാണ് ചെയ്തേക്കുന്നത്. ഈ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് ഏകദേശം എത്രത്തോളം തണ്ണിമത്തനും എത്രത്തോളം വെള്ളരി കൃഷി നടത്തിയിട്ടുണ്ടാവും? ഏകദേശം വാഴയുടെ ഇടവേള ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു തണ്ണിമത്തന് ഒരു 25-30 സെന്റിൽ ഏകദേശം ഉണ്ടാവും. അതിൽ വെള്ളരി ഏകദേശം അതേപോലെ തന്നെ ഉണ്ടാവില്ല. വാഴയുടെ ഗ്യാപ്പ് ഒഴിച്ചു 2 വാഴയുടെ ഇടവേള നട്ടേക്കുന്നത്. അതായത് മെൽറ്റിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ആണ് ഈ സംവിധാനം സെറ്റ് ചെയ്തിട്ടുള്ളത്. തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ട്. തണ്ണിമത്തനും വെള്ളരിയും അതേപോലെ വാഴയും ആ രീതിയിൽ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ മോഡലാണ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇസ്രായേൽ മോഡൽ രീതി എന്നാണ് പറയല്. ഇതെല്ലാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കേസാണ്. ഇത് സങ്കരയിനും വാഴയിനല്ലേ? അതെ, മഞ്ചേരി കുള്ളൻ എന്ന് പറഞ്ഞ ഒരു ഏകദേശം 8 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു വാഴയിനം എന്നുള്ള രീതിയിലാണ് നമ്മൾ നട്ടേക്കുന്നത്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണോ അതോ? അല്ല, ഇത് നമ്മൾ കർണാടകത്തിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് മറ്റെല്ലാ സാധനവും വാഴയുടെ മാത്രം. വാഴയുടെയും പിന്നെ ഈ തണ്ണിമത്തൻ്റെ സീഡ് എല്ലാം അവിടെ നിന്ന് വാങ്ങി. തണ്ണിമത്തന്റെ വിത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തണ്ണിമത്തൻ വ്യത്യസ്ത ഇനം തണ്ണിമത്തനുകളില്ലേ? വലിപ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും
അത്തരത്തിൽ അപ്പോൾ ഈ തണ്ണിമത്തൻ എവിടുന്നായിരുന്നു, അതിന്റെ വിത്തും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ധാരണ മുൻപേ ഉണ്ടായിരുന്നതാണോ അതോ? ഇത് കർണാടകത്തിൽ നിന്ന് കലാഷ് ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് വിത്താണ് നട്ടത്. പലതരത്തിലുള്ള തണ്ണിമത്തൻ വിത്തുകളുണ്ട്. ഇത് പരീക്ഷണത്തിലായതുകൊണ്ട് ഈ ഒരൊറ്റ ഐറ്റം മാത്രമേ സെലക്ട് ചെയ്തു. കലാഷ് F1 കലാഷ് ഹൈബ്രിഡ് സീഡ് എന്നാ പറയുന്നത്. ഇത് ഏകദേശം നട്ടിട്ട് എത്ര ദിവസം വേണ്ടി വരും അത് പൂവിടാനും കായ്ക്കാനും? വിത്ത് കുത്തി നടുവാണെങ്കിൽ ഒരു 65 ദിവസം മുതൽ ഒരു 70-80 ദിവസം കൊണ്ട് വിളവെടുത്ത് തീരുന്നതാണ് പറയുന്നത്. വിത്ത് നടുന്നതിന് വിത്ത് കുത്തി നടുവാണെങ്കിൽ ഇവിടെ വിത്ത് കുത്തി നട്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നഴ്സറി രീതിയിൽ ചെയ്ത് ചെടിയായി നടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിന്റെ? ചെടിയായ സമയം കുറച്ചും കൂടെ നേരത്തെ ആയി കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷെ ചെടിയാകുമ്പോൾ ഇവിടുത്തെ ഈ ചൂട് ഭയങ്കരമായതുകൊണ്ട് ചിലപ്പോൾ ചെടി നിലനിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. അത് തളിർത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവും. പറിച്ച് നടുമ്പോൾ ആ ചൂട് ചിലപ്പോൾ അതിജീവിക്കാൻ ചാൻസ് കുറവാണ്. തണ്ണിമത്തനും കാലാവസ്ഥയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് കാലാവസ്ഥ? വേനൽ കാലാവസ്ഥയിലാണോ കൂടുതലും തണ്ണിമത്തൻ? ഏകദേശം നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇത് കൈകാര്യം ചെയ്ത് വരുന്നത്. എല്ലാവരും നട്ട് കാണുന്നത്. പിന്നെ ആധികാരിക പറയാനാണെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് ആദ്യത്തെ തവണ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് കുറവുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം മരുന്ന് എന്താ കൊടുക്കണം, വളങ്ങൾ ഫെർട്ടിലൈസർ എങ്ങനെ കൊടുക്കണം, വളം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, സീഡ് എങ്ങനെ ചെയ്യണം, പിന്നെ അതിൻ്റെ ഫംഗസിൻ്റെ ചെറിയ ബാധകൾ വരുന്നത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ ധാരണ ഇപ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ട്. അടുത്ത തവണ നമുക്ക് കുറച്ചും കൂടെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ വൃത്തിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. എന്നിരുന്നാലും ഇപ്പോൾ ഇതൊരു മോശമായിട്ട് തോന്നുന്നില്ല. കണ്ടവരൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു വിളവ് ഇതിൽ നിന്ന് കിട്ടും. 2 ടണ്ണിൽ മേലെ വിളവ് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു കണ്ടിട്ട് ഏകദേശം. ഏകദേശം 35ഓളം സെന്റ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്ന, വിളവെടുപ്പിന് തയ്യാറായി ഏകദേശം 5 ദിവസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന തണ്ണിമത്തൻ ഇടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കർണാടകയിൽ നിന്നിറക്കിയ ഹൈബ്രിഡ് വിത്തനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ തണ്ണിമത്തൻ കൃഷി ഒരുക്കിയിട്ടുള്ളത്. തണ്ണിമത്തൻ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ വലിപ്പത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും നല്ല മധുരമുള്ള, നല്ല നിറത്തിലുള്ള തണ്ണിമത്തനുകളാണ് ഇവിടെ ഇപ്പോൾ വിളഞ്ഞു കിടക്കുന്നത്. തണ്ണിമത്തനിൽ ഏകദേശം 3/4 ഭാഗത്തോളം കായ് ഇട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ വിളവെടുപ്പിന്റെ സമയമായോ? വിളവെടുപ്പ് ഒരു 5 ദിവസം കൊണ്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഏകദേശം 60 ദിവസത്തോളമായി. ഒരു 65-70 ദിവസം കൊണ്ട് തന്നെ വിളവെടുപ്പ് സ്റ്റാർട്ടിങ് ആക്കാന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ആ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ തണ്ണിമത്തനിലെ നിറം വ്യത്യാസത്തിലാണോ? അതെ, അതിന്റെ അടിഭാഗത്ത് ചെറിയൊരു മഞ്ഞ നിറം വരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ തിരി, വന്ന് തണ്ണിമത്തം വിരിഞ്ഞ് തിരി കരിയും. അപ്പൊ ഏകദേശം പാകമായി ഓർപ്പിക്കാം. പിന്നെ വെള്ളത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് വരും. എന്നാൽ ഏകദേശം മധുരവും മറ്റേ കളറും വരും. ജലപ്രയോഗം പൊതുവെ തണ്ണിമത്തന് കുറവാണ് വേണ്ടത്. അതാണോ? അത് മധുരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണോ അതോ വലിപ്പത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം? ആദ്യമായിട്ട് സമയങ്ങളിൽ നല്ലപോലെ ജലം വേണം. ലാസ്റ്റ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം ആവുന്നതോറും കുറച്ച് കൊണ്ടുവരണം. മറ്റു കൃഷികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തണ്ണിമത്തന് വളപ്രയോഗങ്ങളും കീടനിയന്ത്രണങ്ങളും എങ്ങനെയാ? കൂടുതലാണോ കുറവാണോ? വളപ്രയോഗം കുറച്ച് കോസ്റ്റ്ലി ആയ വളങ്ങളാണ് ചെയ്യേണ്ടത്. കോസ്റ്റ്ലി 1 കിലോ വളത്തിനൊക്കെ ഫസ്റ്റ് ടൈമിൽ 19 എന്ന് പറഞ്ഞാൽ ഒരു 5-8 ദിവസം മുതൽ സ്റ്റാർട്ട് ആകും. തിരി 2-3 ഇലയാകുമ്പോൾ 19 ഇറിഗേഷൻ വഴി. അത് കഴിഞ്ഞ് ഒരു 30 ദിവസം കഴിയുമ്പോൾ അതിന് കണക്കായിട്ട് ബോറോക്സിൻ, ബോറോൺ, അതിൻ്റെ ഇല പൂ വിരിയാനും കായ് വിരിയാനുമായിട്ട് അത് ഉപയോഗിക്കും. പിന്നെ 1261 എന്ന് പറഞ്ഞൊരു വളമുണ്ട്. അതുകൂടാണ്ട് 13-13-0-45 വേറെ വളമുണ്ട്. അതൊരു 40-50 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ചെറിയൊരു കൃത്യമായ ഇടകളിൽ. അങ്ങനെയാണ്. അപ്പം വളപ്രയോഗം കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് അടിവളം വെച്ചിട്ട് തുടങ്ങണം. അടിവളം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ആദ്യം ചെറിയ ബണ്ട് പോലെ ആക്കിയിട്ട് ഏകദേശം ഒരു 3 അടി വീതിയിലുള്ള ബണ്ട് ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് കോഴിവളവും പിന്നെ വേപ്പിമിണ്ണാക്കും ചാണകവും ജൈവവളം കുമ്മായം വിതറി പിന്നെ പൈപ്പ് ഇടും. ചെറിയ പൈപ്പ്, വെള്ളത്തിന് ആവശ്യമായ പൈപ്പ് ഇട്ടിട്ട് ഒരു 10 ദിവസത്തോളം നില ഒരുക്കി വെക്കും. അതിനുശേഷം ഷീറ്റ് വിരിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ മേൽ മെൽച്ച് ഷീറ്റ് വിരിച്ചിട്ട് വിത്ത് കുത്തി നടും. അതാണ് വളപ്രയോഗം വരുന്നത്. വളപ്രയോഗം അതിനുശേഷമാണ് ഈ പറഞ്ഞ മറ്റേ ഫെർട്ടിലൈസർ, മറ്റേ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത്. ചെടി ആയതിനു ശേഷം ഒരു 10 ദിവസത്തിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്.
ഈ കീടനിയന്ത്രണങ്ങളാണെങ്കിൽ ഈ മറ്റു ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തണ്ണിമത്തന് കീടനിയന്ത്രണം കൂടുതൽ കുറച്ച് കുറവാണ്. നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫെർമോൺ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് വേപ്പെണ്ണ കലക്കി അടിക്കും. പിന്നെ അത് പരിധി നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം മറ്റേതിലേക്ക് പോയാൽ മതി. ഇത് അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇതുവരെ നമുക്ക് കീടനിയന്ത്രണം വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ആദ്യമേ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഏത് രീതിയിലുള്ള കീടനിയന്ത്രണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? കീടനിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഇത് ഫെർമോൺ ട്രാപ്പ് ഉപയോഗിച്ചും തൊട്ടടുത്ത് മഞ്ഞക്കണി ഉപയോഗിച്ചാണ് കീടങ്ങളെ നിയന്ത്രിക്കുന്നത്. കായീച്ച മറ്റുള്ള ചെറിയ പ്രാണികൾ നിയന്ത്രിക്കുന്നത് ഈ തരത്തിലാണ്. പിന്നെ അത്യാവശ്യം വേപ്പെണ്ണ സ്പ്രേ ചെയ്യും. കൂടുതലായും പ്രാണികളുടെ ആക്രമണമാണോ ഉണ്ടാവുക? പ്രാണികൾ എന്ന് വെച്ചാൽ കായീച്ചയാണ് തണ്ണിമത്തനെ കൂടുതലായി ബാധിക്കുന്നത്. ഒരുപാട് കായ്കളെല്ലാം ബാധിക്കുന്നത് കായീച്ചയാണ്. അപ്പോൾ ഇത് ഫെർമോൺ ട്രാപ്പ് എന്ന് പറയും. ഇതിനുള്ള ഒരു ഫെർമോണിൻ്റെ ഒരു ഗുളിക പോലത്തെ ഉണ്ട്. അത് വന്ന് ഇതിനകത്ത് ഫെർമോണിൻ്റെ അതുകൊണ്ട് അട്രാക്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ വീഴും. മറ്റേത് മഞ്ഞക്കണി എന്ന് പറഞ്ഞത് അതിനകത്ത് വന്നൊരു പശയാണ്. അത് മഞ്ഞയോട് പൊതുവെ ഈ കീടങ്ങൾ അട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വന്ന് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പോവില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം സ്ഥലത്ത് തന്നെ ഒരു ഏകദേശം 8 കണിയോളം ഞാൻ വെച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടിലും അതല്ല, അതിൽ മാത്രമല്ല ഇതിൽ മാത്രം. അപ്പോൾ ഇത്ര സ്ഥലത്ത് തന്നെ ഏകദേശം 8 കണിയോളം സ്ഥാപിച്ചുകൊണ്ട് കായ്ക്കൊന്നും വലിയ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏത് സമയത്താണ് കീടനിയന്ത്രണം ഏർപ്പെടുത്തുക? തുടക്കത്തിലേ തന്നെ ചെയ്യലുണ്ട്. തുടക്കത്തിൽ തന്നെ ലാസ്റ്റ് വരെ തന്നെ കൈകാര്യം ചെയ്ത് പോലുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യല്. മറ്റ് അത് കാരണം വലിയ കായ്ച്ചയുടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മറ്റ് പച്ചക്കറി കൃഷികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തണ്ണിമത്തൻ കൃഷിക്ക് വളരെ വലിയ വളപ്രയോഗത്തിൻ്റെ ആവശ്യമുള്ളതായിട്ടുണ്ട്. വിത്ത് നടുമ്പോൾ മുതൽ അവിടെ അടിവളം വെച്ച് തുടങ്ങുന്നു. ജൈവവളത്തിൽ ചാണകം, പച്ചിലവളം തുടങ്ങി അടിവളത്തിൽ നിന്ന് തുടങ്ങി മറ്റ് ചെടിയായി അത്യാവശ്യം പൂക്കുന്ന ആ സമയമാകുമ്പോൾ രാസവളങ്ങളായാലും വലിയ തോതിൽ വലിയ വിലയുള്ള വളങ്ങൾ വരെ തണ്ണിമത്തൻ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളരി കൃഷിക്കാണെങ്കിൽ പോലും ഇത്ര വലിയ തോതിൽ തണ്ണിമത്തൻ ഉപയോഗിക്കുന്ന വലിയ തോതിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജൈവവളവും രാസവളവും വെള്ളരി കൃഷിക്കും ഉപയോഗിച്ചു വരുന്നു. വെള്ളരിയാനത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം 1 ഏക്കറോളം വരുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർ കൃഷ്ണപ്രസാദ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാറിനോട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണല്ലേ, ഈ തണ്ണിമത്തൻ കൃഷിയാണെങ്കിലും വെള്ളരി കൃഷിയാണെങ്കിലും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് സാർ കൃഷി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങനെ പ്രതീക്ഷ എന്നൊരു കർഷകന് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തത്? എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വളരെയധികം താല്പര്യമുള്ള ഒരു യുവ കർഷകനാണ് ശ്രീ പ്രതീഷ്. അങ്ങനെ ഒരു ദിവസം പ്രതീക്ഷ ഞങ്ങളെ ബന്ധപ്പെടുകയും കൃഷിഭവനിൽ ബന്ധപ്പെടുകയും ഇതുപോലെ എനിക്കിങ്ങനെ കൃഷി ചെയ്യാനുള്ള താല്പര്യമുണ്ട്, വളരെ നന്നായിട്ട് ലാൻഡ് പ്രിപ്പറേഷനൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഒരു കൃഷിക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ തമ്പാനും കൂടിയിട്ട് ഫീൽഡിൽ വരികയും ഇവിടെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പുള്ളി ഇവിടെ വാഴക്കൃഷി ചെയ്യാനാണ് മെയിനായിട്ട് പ്രധാനമായിട്ടും ഈ പാട്ടത്തിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ വാഴക്കൃഷിക്ക് അതിനുമപ്പുറം എന്തൊക്കെ ചെയ്യാൻ പറ്റും, പച്ചക്കറി അതിൻ്റെ ഇടയിലും അതുപോലെ തണ്ണിമത്തനും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ നൽകി. എന്തായാലും ഇവിടെ ഈ വാഴക്കൃഷി തന്നെ ഈ 3 എണ്ണമായിട്ടാണ് വെച്ചിരിക്കുന്നത്. മൂന്ന് വാഴക്കന്നുകളാണ് ഒരു കുഴിയിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഈൽഡ് പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 6-7 മാസം കൊണ്ട് കിട്ടുന്ന രീതിയിലുള്ള പുതിയ ഒരു വാഴയാണ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഈൽഡ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ ഫെർട്ടിഗേഷൻ,
അതുപോലെ പ്ലാസ്റ്റിക് മൾച്ചിങ്, അതുപോലെ നമ്മുടെ മഞ്ഞക്കണികൾ എല്ലാം ശാസ്ത്രീയമായും അതുപോലെ ജൈവ രീതിയിലുള്ളതുമായ എല്ലാ കൃഷി രീതികളും പ്രതീഷ് ഈ വലിയ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മാനസികമായ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ എങ്ങനെ ആദായം ഉണ്ടാക്കാം എന്നൊരു ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് പ്രതീഷിനെ എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ പുതിയ തലമുറക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കർഷകൻ വലിയൊരു അഭിമാനമാണ് അല്ലെ, അതിലേക്കുള്ള ഒരു പ്രചോദനമാണ് കൃഷി ചെയ്യാനുള്ളതിലേക്ക്. അങ്ങനെ ഒരു പ്രചോദനമായി ഇപ്പോൾ ഈ പ്രതീക്ഷ മാറുമ്പോൾ കൃഷി ഓഫീസിന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ തീർച്ചയായും കാരണം എറണാകുളം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതികൾ, എല്ലാ തരത്തിലും ഊർജിത പച്ചക്കറി കൃഷി വികസന പദ്ധതി കീഴിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്ക് ലഭ്യമാവുന്ന വാഴ കൃഷിക്കുള്ള സബ്സിഡി, ഇങ്ങനെ എല്ലാ സബ്സിഡി ആനുകൂല്യങ്ങളും സഹായങ്ങളും, അതുപോലെ വേണ്ട വിജ്ഞാനങ്ങൾ, അത്യാവശ്യം വേണ്ടുന്ന പിന്നെ വിജ്ഞാന ഉപദേശങ്ങൾ, അതായത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വളപ്രയോഗം എങ്ങനെ നടത്തണം, കീടനാശിനി ഏതൊക്കെ ഉപയോഗിക്കണം, ജൈവ കീടനാശിനി എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, അപ്പോൾ ഈ രീതിയിലുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും സഹായവും നൽകാൻ വേണ്ടി ഒരുക്കി തന്നെയാണ് നമ്മുടെ കൃഷി പ്രതീക്ഷയൊപ്പം നിൽക്കുന്നത്. സർ, ഇവിടെ അല്ലാതെ ഈ പഞ്ചായത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയോടുള്ള ഒരു താല്പര്യം കൂടി ഇത്തരത്തിൽ കൃഷി നടത്തുന്നവരുണ്ടോ? ഒരുപാടുണ്ട്. കാരണം ഇവിടെ എരവംകുറ്റൂർ എന്ന് പറഞ്ഞാൽ ഏത് 3 വില്ലേജുകളിലായിട്ട് വലിയൊരു പ്രദേശമാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഒരു വലിയ ഗ്രാമപഞ്ചായത്താണ് എരവംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല കർഷകരും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. കാരണം പാരമ്പര്യ കർഷകരുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഒക്കെയുള്ള നല്ല യുവ കർഷകർ, പ്രതീക്ഷ പോലുള്ള കർഷകർ നമുക്കുണ്ട്. മഞ്ഞക്കെണിയിലെ ഇരുവശവും ഈ മഞ്ഞക്കെണിയുടെ ഈ ഒരു പേപ്പർ പോലെയുള്ള ഭാഗത്തിന് ഇരുവശങ്ങളിലും പശ തേച്ച രീതിയിലാണുള്ളത്. മഞ്ഞ എന്ന കളറ് പൊതുവെ പ്രാണികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കളറാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ എല്ലാ പ്രാണികളും ഇതിൽ വന്നിരിക്കുകയും ഇതിൽ ഒട്ടിപ്പിടിക്കുകയും അവിടെ നശിക്കുകയും ചെയ്യുകയാണ്. കൃഷിയെ ബാധിക്കാനോ നമ്മുടെ വെള്ളരിയായാലും തണ്ണിമത്തനെയായാലും ബാധിക്കാനോ ഇട ഇതിന് വരുന്നില്ല. എല്ലാം ഇവിടെ തന്നെ തീരുകയാണ്. അതുപോലെ തന്നെ മറ്റ് ഇതുപോലുള്ള ഒരു രീതിയുമുണ്ട്. അവിടെ ഈച്ചകളൊക്കെ വന്ന് ആ കൂടിനകത്ത് വീണ് നശിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിത്ത് നടുന്ന സമയത്ത് തന്നെ ഇവയൊക്കെ തയ്യാറാക്കി വെക്കും. കായാവുന്നതിനോ പൂവാവുന്നതിനോ മുന്നേ തന്നെ ഈ രീതികളൊക്കെ ഇവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. കാരണം ഇത് പൂവിട്ടതിന് ശേഷം അല്ലെ കായ വന്നതിന് ശേഷമാണ് അത് വെക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുപാടത്തുള്ള കീടങ്ങൾ പ്രാണികളും പോലും അവിടെ എത്താനും പിന്നീട് അത് കായകൾക്ക് ബുദ്ധിമുട്ടാവാനും ഉള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത് മുൻകൂട്ടി നമ്മൾ വിത്ത് നടുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഒരുക്കി സജ്ജമാക്കി വെക്കുന്നുണ്ട്. അത്തരത്തിൽ പച്ച നെറ്റും ഈ ഒരു ഏക്കറോളം സ്ഥലത്ത് ചുറ്റുമതിൽ എന്ന പോലെ പച്ച നെറ്റും ഇവിടെ വലച്ച് കെട്ടിയിട്ടുണ്ട്. അത് മയിലിൽ നിന്ന് ഈ കൃഷിയെ രക്ഷിക്കാനും അതുപോലെ തന്നെ മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ മയിലും പന്നികളും ഒട്ടേറെ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ അവരിൽ നിന്നും ഈ കൃഷിയെ ഭദ്രമാക്കി വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു പച്ച നെറ്റ് ഇതിന് ചുറ്റും കെട്ടിയിട്ടുള്ളത്. പന്നിയുടെ നിന്ന് ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടി പച്ച നെറ്റിന് പുറത്തായി പശ കൊണ്ട് കവചം തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പന്നികളുടെ ആക്രമണവും ഒന്നും തന്നെ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രതീഷ് പറയുന്നത്. സെന്റോളം സ്ഥലത്ത് ഇപ്പോൾ വെള്ളരി വിളഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ഏകദേശം പ്രായമായ വെള്ളരിയാണോ? പറിക്കാൻ നമ്മൾ വിളവെടുപ്പ് നടത്താൻ പറ്റിയ വെള്ളരികളാണോ മൊത്തത്തിലുള്ളത്? വിളവെടുപ്പ് കഴിഞ്ഞ വെള്ളരിയാണ്. ഇത് വിഷുവിനായിട്ട് കണക്കൂട്ടി കണിവെള്ളരി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്ര നീട്ടി വെച്ചത്. ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് പാകമായി വെള്ളരി ഈ ഒരു കളറിന് ഈ കളർ കിട്ടുവാൻ വേണ്ടിയാണ് നീട്ടി വെച്ചത്. പിന്നെ ഏകദേശം ഒരു 5-6 കിൻഡലോളം പറിച്ചു. ഇനി ഒരു 10 കിൻഡലിന്റെ അടുത്ത് ഏകദേശം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനി വിപണിയിലേക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നും നാളെ മറ്റന്നാളായിട്ട് പിന്നെ ഇത് വിപണിയിലേക്ക് എത്തിക്കും. കണിവെള്ളരി നിർത്തിട്ട് മറ്റേ പുറത്തുനിന്ന് വരുന്നതിനെക്കാട്ടി നല്ല വൃത്തിയും പിന്നെ വിഷരഹിതവുമായതുകൊണ്ട് ആൾക്കാർക്ക് ഇതിന് പ്രത്യേക താല്പര്യമുണ്ട്. ഈ നാടൻ വെള്ളരിയിൽ നിന്നും ഇതിപ്പോ വലിപ്പത്തിൽ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ആ ഭാഗത്ത് ചെറിയ തരത്തിലുള്ള വെള്ളരികളാണെങ്കിൽ മറ്റു ഭാഗത്ത് ചെറിയ വലിപ്പ വ്യത്യാസത്തില്
കുറ്റൂരിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നാടൻ വെള്ളരി വിത്ത് തന്ന കുറ്റൂര് കൃഷിഭവനിൽ നിന്നും. ഇത് ഞാൻ കർണാടകത്തിൽ നിന്ന് ഹൈബ്രിഡ് വിത്ത് കൊണ്ട് നട്ടതാണ് വലുത്. രണ്ടു തരം വിത്തന്നപ്പോ? 2 തരം. ഇത് ഏകദേശം 2 കിലോ മേലെ വരെ തൂക്കം വരുന്നുണ്ട് സാധാരണ ഒരു വെള്ളരി ഹൈബ്രിഡ്. ഇത് സാധാരണ 1/2 കിലോ തൊട്ട് മേലോട്ട് വരുന്നതാണ് സാധാരണ നാടൻ വെള്ളരി, നമ്മുടെ നാടൻ വെള്ളരി. ഈ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ വെയിൽ സമയം ഈ മയിലുകൾ പെരുകുന്നതും ആ ഒരു വേനൽക്കാലത്താണ് മയിലുകൾ പെരുകുന്നത്. ഈ മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ മയിലിൻ്റെതോ അത്തരത്തിൽ ശല്യങ്ങളുണ്ടോ? ഇല്ല, ആദ്യം മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ പച്ച നെട്ടുന്ന ശേഷം അതിൻ്റെ ഒരു ശല്യം ഉണ്ടായിട്ട് കാണുന്നില്ല. എനിക്കൊന്ന് മെൽറ്റ് ഷീറ്റിൻ്റെ ആ ഒരു റിഫ്ലക്റ്റ് കൊണ്ടാണോ അതും വരലില്ല. സാധാരണ തൈ നട്ട് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു ഭീഷണി വന്ന് പക്ഷെ ഇത് ഇവിടെ നമുക്കത് അനുഭവപ്പെട്ടില്ല. ഈ മൊത്തത്തിൽ ഈ കൃഷിയുടെ ഒരു പരിചരണം എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്? പരിചരണം ഇതിന്റെ വിത്ത് നടലും മറ്റുമൊക്കെ ഞാൻ ചെയ്തു. ബാക്കി എല്ലാവരും 70% പരിചരണം ഞാൻ തന്നെയാണ്. ഏകദേശം 6-7 മണിയാകുമ്പോൾ വരും, 9:30 വരെ ചിലവഴിക്കും. വൈകിട്ട് ഒരു 5:30 മുതൽ ഒരു 8 മണി 7:30 വരെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ സ്വന്തമായിട്ടാണ് പലതും നോക്കലും പിടിക്കലും ചെയ്യലൊക്കെ. മറ്റേ വളകളില് തടം മൂടൽ അതൊക്കെ പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യിക്കുന്നത്. സാമ്പത്തിക ലാഭത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഈ ഒരു ഏക്കറോളം ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക നല്ലൊരു കോസ്റ്റ് ആയിട്ടുണ്ട്. ഈ കൃഷിയുടെ തുടക്കത്തിൽ ജോലിക്കാരെ ഉപയോഗിച്ച് ഈ വിത്തിന്റെയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, തടമെടുക്കലാണെങ്കിലും. അതിനുശേഷം ഈ ഇപ്പോൾ വിളവെടുപ്പിന്റെ ആ സമയമാകുമ്പോൾ പോലും എങ്ങനെയാ സഹായത്തിന് ആൾക്കാരുണ്ടോ? ഉണ്ട്. അമ്മാവൻ എൻ്റെ ഒപ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളാണ്. അതാണ് എൻ്റെ അമ്മാവൻ. ആദ്യ അവസാനം ഈ കൃഷിക്ക് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആളാണ് അമ്മാവൻ. അമ്മയുടെ ആങ്ങളെയാണ് ഇത്. പിന്നെ നമ്മുടെ സ്ഥലത്തിന് ഇവരെ യാദൃശ്യമായി കണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ കൃഷി തുടങ്ങാൻ പറ്റിയത്. ഒരു പ്രാവശ്യം യാദൃശ്യമായി കണ്ടു. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് കണ്ട് അന്നൊരു കണ്ടുമുട്ടലാണ് ഇവിടെ തുടങ്ങാനുള്ളൊരു ഇതായത്. കൃഷി മനസ്സിലുണ്ടെങ്കിലും ഇയാളന്ന് കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇത് തുടങ്ങാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഒരു കൃഷി ഇവിടെ ഉണ്ടാവില്ല. അന്ന് യാദൃശ്യമായിട്ട് ഒരു സാധനമായി വരുമ്പോൾ ചോദിച്ചു എന്താണെന്നൊരു പറമ്പിൽ പണിയുണ്ട്, എങ്ങനെയാ പറഞ്ഞു റബ്ബർ മുറിച്ച സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്നാൽ യാദൃശ്യം ഒരു കണ്ടുമുട്ടൽ അതാണ് ഇതിനകത്ത് നയിച്ചത്. ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല. ഈ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്യില്ല. അങ്ങനെ അപ്പോൾ വന്ന് കണ്ടപാടെ എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. ഈ 1 ഏക്കറിന്റെ ഓണറാണ് ഷാജി എന്ന് പറയുന്നത്. അപ്പോ ഒരു യുവ കർഷകന്റെ തുടക്കം നിങ്ങളിലൂടെ ആയതിന്റെ ഒരു സന്തോഷമില്ലേ യഥാർത്ഥത്തില്? ഇങ്ങനെ ഒരു കൃഷി ഇവിടെ വിളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഓണർ എന്ന രീതിയിൽ എന്താണ് ചേട്ടന് തോന്നുന്നത്? എന്നെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവനോട് ചോദിച്ചു, നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇവന് താല്പര്യമുണ്ട്, അങ്ങനെ ചെയ്യും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൃഷിയിൽ നിന്ന് പൊതുവെ നമ്മൾ പുറകോട്ട് പോകുന്നൊരു സമയമല്ലേ? അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കർഷകൻ വരുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലേ? എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമാണ്, പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ല. സമയമില്ലാത്തതിന്റെ ഈ കൃഷിയുടെ തുടക്കം മുതലും ജനാർദ്ദൻ ചേട്ടനും കൂടെയുണ്ട്. എല്ലാ കൃഷി ചെയ്യാനാണെങ്കിലും അതിന്റെ പണിയെടുക്കലും കാര്യങ്ങളാണെങ്കിലും എല്ലാ വിധത്തിലുള്ള കൂടെ തന്നെ ഉണ്ട് അല്ലേ? എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിളഞ്ഞു നിൽക്കുന്ന ഈ ഒരു തോട്ടം കാണുമ്പോൾ? വളരെ സന്തോഷമുണ്ട്. വിചാരിച്ചില്ല ഇങ്ങനെ ആവുന്നിരിക്കലും. തുടക്കത്തിലായത് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഈ കൃഷി ഇവിടെ വിജയിച്ചിട്ടുണ്ടല്ലേ? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു കൃഷി നടത്തുന്നത്? വളരെ ആശങ്കയുണ്ടായി നടുമ്പോ ഇതെങ്ങനെ ആയിരിക്കും. വാഴയെ ഉദ്ദേശിച്ച് മാത്രം ചെയ്തതാണ്. ബട്ട് അന്നപ്പോഴാണ് ഇവൻ ഐഡിയ വന്നത് വെള്ളരിയും കൂടെ ചെയ്യാവുന്നല്ലോ, ഇടവിള കൃഷി എന്ന രീതിയിൽ. നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള കൃഷി ഉണ്ടായിട്ടില്ല. ഇവര് കുറെ വർഷമായി പണിയെടുക്കുന്ന മാമൻ കുറെ വർഷമായി കാർഷിക മേഖലയിൽ പണിയെടുത്തോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പൊ എനിക്കും സംശയം ഉണ്ടായിരുന്നു. എന്നെക്കാട്ടും കൂടുതൽ സംശയം മാമനായിരുന്നു, വിജയിക്കും ഇല്ലയോ എന്നുള്ളൊരു തോന്നൽ മാമനാണ് ഉണ്ടായത്. ഇതൊരു മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മണ്ണ് എന്ന് പറയുന്നത് ചരല് കലർന്ന ഒരു മണ്ണല്ലേ? അപ്പോൾ വെള്ളത്തിന്റെ ഒരു അത് ഈർപ്പത്തിന് വേഗം പിടിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടാവും. വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന മണ്ണാണ്. പക്ഷെ ഇവിടെ അത്യാവശ്യം ജല ദൗർബല്യം കുറവാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുള്ള സ്ഥലം ഈ കണ്ടറിൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം എടുത്തിട്ട് അടിച്ചിട്ട്
ഇത് ഈ കുളം ചെറിയ കുളമാക്കിയിട്ടുണ്ട്, അതിനകത്ത് അടിക്കും. അവിടുന്ന് വേറൊരു മോട്ടോർ വെച്ചിട്ട് പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഇതിനെല്ലാം ജലസേചനം ഉറപ്പാക്കിയിരിക്കുന്നത്. ഇടവേള കൃഷിക്കാണെങ്കിലും വാഴക്കാണെങ്കിലും എല്ലാത്തിനും ഇതിനകത്ത് ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പറഞ്ഞത് ചെരിഞ്ഞ പ്രതലമായതുകൊണ്ട് നമുക്ക് 2 മോട്ടറിൻ്റെ ആവശ്യമാണ്. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. മുകളിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് എടുത്ത് അവിടെ ആക്കി അവിടുന്ന് വേറൊരു മോട്ടോർ ഉപയോഗിച്ച് മേലേക്ക് തളിക്കുന്നത് ജലസേചനം. അതെല്ലാം ഈ തരത്തിൽ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓരോ വാഴയുടെ ചൂട്ടിൽ പിന്നെ വെള്ളം തക്കത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം എത്ര മണിക്കൂറോളം വേണ്ടി വരും ഈ ഒരു ഒരു ഏക്കറോളം കൃഷി സ്ഥലത്തെല്ലാം ഇടവേളകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ചില രാവിലെ ഒരു അരമണിക്കൂർ, വൈകിട്ട് ഓരോ സെക്ഷൻ, ഇത് 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അരമണിക്കൂർ വെച്ച് യൂസ് ചെയ്ത് ഉപയോഗിക്കും. അങ്ങനെയാണ് മൊത്തത്തിൽ. എല്ലാത്തിനും വേറെ സെപ്പറേഷൻ പൈപ്പുകളല്ലേ, ലൈൻ 3 പോകുന്നുണ്ട്. അത് ഉപയോഗിച്ച് അവിടെ ഇവിടുന്ന് വന്നത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. വെള്ളം ഇത് വന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കരടുകളിലൊക്കെ ഇത് ഡ്രിപ്പിന്റെ ഇടയ്ക്ക് കുടുങ്ങിയാൽ പിന്നെ വെള്ളം വരില്ലല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി പൊടിയെല്ലാം അപ്പോ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത് ആഴ്ചയിൽ അഴിച്ച് ക്ലീൻ ആക്കിയാൽ മതി. ഇത് അവിടുന്ന് അഴിച്ചിട്ട് പിന്നെ അവിടുന്ന് സെക്ഷൻ തിരിച്ച് അങ്ങോട്ട് വിടലാണ് ഓരോ ഏരിയയിലേക്ക്. മണിക്കൂറുകൾ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. മണിക്കൂർ വെച്ചാൽ അരമണിക്കൂർ വെച്ച് ടൈമർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വന്നില്ലേലും സാധനം ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുന്നു. രീതി ഭൂമികയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഒരിക്കൽ കൂടി വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ബൈ.